ഓക്കെ, എനിവേ സഞ്ജു T20 വേൾഡ് കപ്പിൽ ഇടം നേടി. അദ്ദേഹത്തിൻ്റെ ഒരു കൺസിസ്റ്റൻ്റ് ഫോമിൽ തന്നെയാണ് അദ്ദേഹം ഈ ഒരു നേട്ടം സ്വന്തമാക്കിയത്. മികച്ച പ്രകടനമാണ് അദ്ദേഹം രാജസ്ഥാൻ റോയൽസിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സമയത്ത് അദ്ദേഹത്തിന് ഈ ഒരു സംഭവം കൊടുത്തില്ലായിരുന്നെങ്കിൽ ഒരുപാട് വിമർശനങ്ങൾ വരും എന്നുള്ള കാര്യം ഉറപ്പാണ്. സോ എനിവേ എന്തായാലും അദ്ദേഹത്തിന് T20 വേൾഡ് കപ്പിൽ ഇടം നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ആ ഒരു കാര്യം സാധിച്ചെടുത്തു എന്ന് മാത്രമല്ല ഈ ഒരു കാര്യത്തിൽ നമ്മൾ പറയേണ്ടത്, ഇന്ത്യൻ ടീമിന് അദ്ദേഹത്തിൽ ഈ ഒരു വർഷം ഒരുപാട് പ്രതീക്ഷയുണ്ട്. വേൾഡ് കപ്പ് നേടാൻ അദ്ദേഹത്തിലൂടെ അത് സ്വന്തമാക്കാൻ ഇന്ത്യൻ ടീമിന് ഒരുപാട് പ്രതീക്ഷയുണ്ട്. സോ ഇന്ത്യൻ ടീം അദ്ദേഹത്തിൽ ഒരുപാട് ട്രസ്റ്റഡ് ആണ് ഈ ഒരു വർഷം. സഞ്ജു T20 വേൾഡ് കപ്പിലും മികച്ച പെർഫോമൻസ് കാണിക്കട്ടെ എന്ന് നമ്മൾ പറയുന്നു. ഓക്കെ, എനിവേ രാജസ്ഥാൻ റോയൽസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 9 കളിയിൽ ഒരു കളി മാത്രമേ രാജസ്ഥാൻ റോയൽസ് തോറ്റിട്ടുള്ളൂ. ബാക്കിയുള്ള 8 കളികളും വിജയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സഞ്ജുവിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 9 കളി അവസാനിച്ചു. 9 കളിയിൽ 4 നോട്ട് ഔട്ട് ഉണ്ട്. 4 കളി നോട്ട് ഔട്ടാണ്. അതുപോലെ തന്നെ അദ്ദേഹം നേടിയ റൺസിന് 385 റൺസ് നേടി. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഹൈ സ്കോർ എന്ന് പറയുന്നത് 82 ആണ്. അതുപോലെ തന്നെ അദ്ദേഹം 239 ബോൾ ഫേസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ 50 ഹാഫ് സെഞ്ചുറികൾ നേടിയിട്ടുണ്ട്. 36 ഫോറുകളും അതുപോലെ തന്നെ 17 സിക്സുകളുമാണ് അദ്ദേഹം ബൗണ്ടറിയിലേക്ക് അടിച്ചുകൂട്ടിയത്. സോ ബ്രില്യൻ പെർഫോമൻസ് ആണ്. എടുത്തു പറയേണ്ട ഒരു കാര്യം, 4 നോട്ട് ഔട്ടുകളുണ്ട്. 9 മാച്ചിൽ 4 നോട്ട് ഔട്ടുകളാണ്. അതുപോലെ തന്നെ 4 ഹാഫ് സെഞ്ചുറികളും അദ്ദേഹം നേടിയിട്ടുണ്ട്. മികച്ച പെർഫോമൻസ് ആണ്. അദ്ദേഹത്തിൻ്റെ ബാറ്റിംഗ് ആവറേജ് നോക്കുകയാണെങ്കിൽ 77.00. വിരാട് കോഹ്ലിക്ക് പോലും 77 ഇല്ല, 71 ആണ്. അദ്ദേഹത്തിന് അതിനേക്കാളും 77.00 ആണ്. ആദ്യത്തെ ടോപ്പ് 10 എടുത്ത് നോക്കുകയാണെങ്കിൽ അത്രയും ബാറ്റിംഗ് ആവറേജുള്ള ഒരു താരം വേറെ ഇല്ല, സഞ്ജു സാംസൺ അല്ലാതെ. രാജസ്ഥാൻ റോയൽസിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ സഞ്ജു ആ ഒരു ടീമിനെ വളരെ ബെറ്ററായി, നല്ലൊരു കോർഡിനേഷനിൽ, വളരെ കാമ മൈൻഡിലാണ് സഞ്ജു ആ ഒരു ടീമിനെ കൊണ്ടുപോകുന്നത്, വളരെ ഹാപ്പി ആയിട്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു ടീമിൻ്റെ പ്രത്യേകത, ഒരു വ്യക്തി കളിച്ചില്ലെങ്കിൽ മറ്റൊരു വ്യക്തി ആ ഒരു കളിയിൽ ഫോം ആകുന്നു. അദ്ദേഹം ആ ഒരു കളിയുടെ എല്ലാ പ്രഷറും ഏറ്റെടുത്തുകൊണ്ട് മികച്ച പെർഫോമൻസിലൂടെ കളി അവസാനിപ്പിക്കുകയും ചെയ്യുന്നു. ബട്ട്ലർ ആണെങ്കിലും സഞ്ജു ആണെങ്കിലും ജയ്സ്വാൾ ആണെങ്കിലും അതുപോലെ തന്നെ പ്രയാഗ് ആണെങ്കിലും മികച്ച പെർഫോമൻസ് ആണ്, ഇൻഡിവിജ്വൽ പെർഫോമൻസ് ആണ് എല്ലാവരും കളിക്കളത്തിൽ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഒരു കളി മാത്രമേ അവർ തോറ്റിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ IPL ഒരു ടാബിൾ എടുത്ത് നോക്കുകയാണെങ്കിൽ മികച്ച പെർഫോമൻസ് ആണ്. തീർച്ചയായിട്ടും ഈ ഒരു കളി മുന്നോട്ട് വെച്ച് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും RR തന്നെ കപ്പടിക്കാം. സഞ്ജുവിന് കപ്പ് കേരളത്തിൽ കൊണ്ടുവരാം. അടുത്തൊരു കാര്യം പറയുകയാണെങ്കിൽ IPL ഇപ്പോൾ ഫ്ലോപ്പായി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ടീമാണ് മുംബൈ ഇന്ത്യൻസ്. സ്കോഡ് ഭയങ്കര അടിപൊളിയാണ്, ശക്തമായിട്ടുള്ള സ്കോഡ് തന്നെ മുംബൈ ഇന്ത്യൻസ് ഉണ്ട്. പക്ഷേ കോർഡിനേഷൻ അതുപോലെ തന്നെ ടീമങ്ങൾക്കിടയിൽ അത്ര കോർഡിനേഷനോട് കളികൾ പോകുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഹർദിക്കിനെ ക്യാപ്റ്റനാക്കി തന്നെയാണ് മുംബൈ ഇന്ത്യൻസിന് ഏറ്റവും വലിയ ഫ്ലോപ്പ് ഡിസിഷൻ എന്ന് പറയാൻ പറ്റുന്നത്. സോ രോഹിത്തിനെ തന്നെ ക്യാപ്റ്റനാക്കിക്കൊണ്ട് ഹർദിക്കിനെ വൈസ് ക്യാപ്റ്റനായിക്കൊണ്ട് കളിപ്പിക്കാമായിരുന്നു. കാരണം T20 മത്സരം സ്കോഡ് അങ്ങനെ തന്നെ വരാൻ പോകുന്നു, അതുപോലെ കളിപ്പിക്കാമായിരുന്നു. അതുകൊണ്ട് തന്നെ ടീമിൻ്റെ മെമ്പേഴ്സിനിടയിൽ അത്ര വലിയ കോർഡിനേഷനും വളരെ ഹാപ്പിയുള്ള മൂവ്മെൻറ്റും കാര്യങ്ങളൊന്നും കാണുന്നില്ല. സോ ബെറ്റർ ഫ്ലോപ്പ് ആയിട്ടുള്ള ഡിസിഷനാണ് മുംബൈ ഇന്ത്യൻസ് എടുത്ത് ഈ ഒരു IPL. ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ അവസാനിപ്പിക്കുന്നു. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, ഇറ്റ്സ് മീ സ്കോറേഴ്സ് മൈറ്റ്.